എടാ നമ്മൾ ഫ്രാക്ഷനിലെ ബേസിക് ഓപ്പറേഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞു, അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് വലുതും ചെറുതും തിരിച്ചറിയാനാണ് ഫ്രാക്ഷനിൽ. ഇവിടെ നോക്കണം, ഞാനിപ്പോൾ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. എന്താണ്? ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. വലിയ സംഖ്യ ഏതായിരിക്കും? നമ്മൾ ന്യൂമറേറ്റർ നോക്കിയാൽ മതി. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഇനി ന്യൂമറേറ്റർ മാത്രം നോക്കിയാൽ മതി. വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഇതിലേതാണ് ഏറ്റവും വലിയ ന്യൂമറേറ്റർ നോക്കാം. 13/2. അപ്പോൾ ഇതാണ് ലാർജസ്റ്റ് നമ്പർ അല്ലെങ്കിൽ വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 13/2 ആണ്. ഇനി ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ന്യൂമറേറ്റർ നോക്കിയാൽ മതി, 1/2. അപ്പോൾ സ്മോളസ്റ്റ് ആരാണ്? 1/2 ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ, വളരെ എളുപ്പമാണ് ഈ ഒരു കണ്ടീഷൻ. ഡിനോമിനേറ്റർ സെയിം ആയിട്ടിരുന്ന കണ്ടീഷൻ. എടാ ഇനി നോക്ക്, ഇവിടെ തന്നിരിക്കുന്ന ഫ്രാക്ഷൻ എങ്ങനെയാണ്? ന്യൂമറേറ്റർ എല്ലാം സെയിം ആണ്. പിന്നെ നമുക്ക് ഡിനോമിനേറ്റേഴ്സ് ആണ് നോക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നോക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞു ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ നോക്കുക. വലിയ സംഖ്യ ഏതാണോ അത് വലിയ ഫ്രാക്ഷൻ ആയിരിക്കും, ചെറിയ സംഖ്യ ഏതാണോ അത് ചെറിയ ഫ്രാക്ഷൻ ആയിരിക്കും. പക്ഷേ ഇവിടെ ന്യൂമറേറ്റർ സെയിം ഉള്ള കണ്ടീഷനിൽ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഇതിന് ഓപ്പോസിറ്റ് കണ്ടീഷൻ ആയിരിക്കും. ഏറ്റവും ചെറിയ ഡിനോമിനേറ്റർ ആണോ അതാണ് വലിയ സംഖ്യ. അതായത് ഇവിടെ 7/3 വരും. ഇതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. 7/3 വരും. ഇനി അടുത്തത്, ഇത് ഞാൻ 18 ആക്കാവേ, നമുക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് 18 ആക്കാം. ഏറ്റവും സ്മോളസ്റ്റ് സംഖ്യ ഏതായിരിക്കും? ഡിനോമിനേറ്റർ ഏറ്റവും വലുതായിട്ടുള്ള സംഖ്യ ആയിരിക്കും നമുക്ക് എന്തായിട്ടുള്ള സ്മോളസ്റ്റ് ആയിരുന്നു. സോ ഇവിടെ 7/18 വരും. ഓക്കെ ആണല്ലോ.